അങ്ങനെ ആപ്പിളിൻ്റെ ചരിത്രത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊന്നും തന്നെ ഇല്ലാതെ പോയ 4 ആഴ്ചകൾ, നീണ്ട 4 ആഴ്ചകൾക്ക് ശേഷം ആപ്പിൾ 17.5 എന്നുള്ള മേജർ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ 17.5 ബീറ്റ 1ൻ്റെ പുതിയ ഫീച്ചേഴ്സ് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആപ്പിൾ iOS 17.4 അപ്ഡേറ്റിനോടൊപ്പമാണ് അവരുടെ ബീറ്റ അപ്ഡേറ്റുകൾ സ്റ്റോപ്പ് ചെയ്തത്. അതിനുശേഷം വന്നിരുന്ന 1.5 ആഴ്ചക്കുള്ളിലാണ് നമുക്ക് 17.4.1 എന്ന് പറയുന്ന മറ്റൊരു അപ്ഡേറ്റും ലഭിച്ചത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ iPhone 14 Proയിലാണ് ഏകദേശം 6.5 GB അടുത്താണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇത് കറൻ്റ്ലി ബീറ്റ, ഡെവലപ്പർ ബീറ്റ അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ ടെസ്റ്റേഴ്സിന് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. കാരണം 17.4.1 അപ്ഡേറ്റിന് ശേഷം ധാരാളം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് ബാറ്ററി ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആപ്പിൾ 17.5 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബിൽഡ് നമ്പറിലേക്ക് പോകുമ്പോൾ സെറ്റിംഗ്സ്, അതിൽ ജനറൽസ്, എബൌട്ടിനകത്താണ് നമുക്ക് ബിൽഡ് നമ്പർ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 21F5048F എന്നുള്ളതാണ് ബിൽഡ് നമ്പർ. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം മോഡം ഫേംവെയറിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസും ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫീച്ചേഴ്സിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ യൂറോപ്യൻ യൂണിയനിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അതായത് ഡെവലപ്പേഴ്സിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്ന് ഇനി മുതൽ യൂസേഴ്സിന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കറിയാം യുവിൽ പുതിയ ചേഞ്ചസിനകത്ത് വന്നൊരു മാറ്റമാണ്. നമുക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഐഫോണിലേക്ക് സൈഡ് ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പം നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിൻ്റെ തന്നെ ഇപ്പം ഗെയിം പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഈ ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലേക്ക്, ഐഫോണിലേക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് പോഡ്കാസ്റ്റുകൾ. കാരണം നമ്മളിപ്പം യാത്ര ചെയ്യുമ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യമാണ് പോഡ്കാസ്റ്റുകൾ. കാരണം ഇതിലൂടെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകളെ പറ്റി അറിയാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് വിജിറ്റ് ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഏത് പോഡ്കാസ്റ്റ് ആണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് ആ പോഡ്കാസ്റ്റിൻ്റെ കളറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് വിജിറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 17.4.1 നമുക്കിവിടെ ആ ഒരു പോഡ്കാസ്റ്റിന് എന്താണോ കളർ, ആ ഒരു പർപ്പിൾ കളർ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നമുക്ക് ഇവിടെ 17.5 വരുമ്പം ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ കളർ, നമ്മൾ പ്ലേ ചെയ്യുന്ന പോഡ്കാസ്റ്റ് എന്താണോ അതിൻ്റെ കളറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു വിജിറ്റ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് വെതർ ആപ്പിൻ്റെ വിജിറ്റിലാണ്. ഇവിടെ ഈ ഒരു വെതർ ആപ്പിൻ്റെ വിജിറ്റ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാകും. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയാലും മതി. ഇതിൻ്റെ ഫോണ്ടിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ സാധിക്കും. നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് 17.4.1 ലെഫ്റ്റ് സൈഡിൽ 17.5 ആണ്. ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ്, ആ ഒരു വിജിറ്റിൻ്റെ ടെക്സ്റ്റ് സൈസിനകത്ത്, ടെക്സ്റ്റുകളുടെ സൈസിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സ്മോളറായിട്ടുള്ളൊരു പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, UV ഇൻഡെക്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന സ്മോളറാണ്. എന്നാൽ 17.5 വരുമ്പം ആ ഒരു പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, UVI എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി ലാർജർ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആപ്പിളിൻ്റെ ബുക്സ് ആപ്പ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കൗണ്ടിങ് ഓപ്ഷൻ. അതായത് റീഡിംഗ് ഗോൾസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും ഒരു UI ഇൻ്റർഫേസ് ആണ് ഈ റീഡിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവത്തേക്കുന്ന ആ ഒരു അഡീഷണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും താഴത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ബുക്കുകൾ നമ്മൾ വായിക്കുന്ന അനുസരിച്ച് നമുക്ക് ഗോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അഡ്ജസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്ര മിനിറ്റുകൾ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള സകല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് വായിക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ ആ ഒരു ഗോള് കാണാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനത്തെ ഒരു ഗോൾ സെറ്റിംഗ് ഓപ്ഷൻ നമ്മുടെ ബുക്സ് ആപ്പിൾ ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ വന്നേക്കുന്ന മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ സ്പീഡിൽ. നമുക്കിപ്പം ഫയൽസ്, ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് എയർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇപ്പം 17.4 17.4.1 ഒക്കെ നോക്കുമ്പം ഇതിൽ നിന്ന് നമ്മൾ മാക്കിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലേക്ക് ഫയൽ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നു. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു മാറ്റമാണ് സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെ നമുക്ക് 17.4 അപ്ഡേറ്റ് മുതൽ വന്നൊരു ചേഞ്ചാണ് പാസ്കി ആക്സസ് ഫോർ വെബ് ബ്രൗസർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഗിഫ് ഐക്കൺ ഇപ്പം ആഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പം സെറ്റിംഗ്സിൽ നമ്മൾ 17.4.1 ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിലേക്ക് പോകുമ്പം നമുക്ക് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം പാസ്കി ആക്സസ് ഫോർ വെബ് ബ്രൗസർ എന്നുള്ളത്. അവിടെ ഗിഫ് ഐക്കണോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ നമുക്കൊരു സൈഡിൽ ഒരു ഗിഫ് ഐക്കൺ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു മൈനർ ചേഞ്ച് നമുക്ക് 17.5
കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ആപ്പിളിൻ്റെ ഐവർക്ക് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. പേജസ്, കീനോട്ട്, നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻസ്, ഈ 3 ആപ്ലിക്കേഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരാണ് ഐവർക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ നമ്മൾ ആദ്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മിക്കവാറും ഡിലീറ്റ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് കിടിലൻ ആപ്ലിക്കേഷനാണ്. ആപ്പിളിൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ എക്സലുമായിട്ട് നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈവൻ നമ്മുടെ എക്സൽസ് എല്ലാം തന്നെ, ഇപ്പോൾ എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് മൈക്രോസോഫ്റ്റിൻ്റെ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആപ്പിളിൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ തന്നെ ഓപ്പൺ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ അതിൻ്റെ പല അപ്ഡേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മാക്കും ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു നമ്പേഴ്സ് എന്ന ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് കീനോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷൻസ്, എനിക്ക് തോന്നുന്ന പ്രസൻറ്റേഷൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ആനിമേഷൻസ്, ഏറ്റവും നല്ല ടെക്സ്റ്റ് സൈസുകൾ, പല ഫീച്ചേഴ്സും കൊടുത്തേക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മളുടെ ഐഫോണിലും മാക്കിലും ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കീനോട്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നിലവിൽ ഇതുപോലുള്ള കുറച്ച് മാറ്റങ്ങളാണ് iOS 17.5 ബേറ്റ 1 അപ്ഡേറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകും തോറും നമുക്ക് ഇനിയും കുറേയധികം ബേറ്റാസ് വരാനുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ജൂണിൽ നമുക്ക് വലിയൊരു ചേഞ്ചാണ്, അല്ലെങ്കിൽ മറ്റൊരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് iOS 18 വരുന്നത്. അപ്പോൾ iOS 18 ഇതുവരെയുള്ള ആപ്പിളിൻ്റെ ചരിത്രത്തിനെ മാറ്റി എഴുതാൻ സാധിക്കുന്ന അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും iOS 18. സോ ഡെഫിനറ്റ്ലി അതിന് തീർച്ചയായിട്ടും ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ബഗ്ഗുകളുടെ അല്ലെങ്കിൽ ബഗ് ഫിക്സുകളുടെ കാര്യത്തിലേക്ക് പോകും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോക്ക് ആപ്പിനകത്ത് iOS 17.4 അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. അതായത് സ്റ്റോപ്പ് വാച്ചിൻ്റെ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലൈവ് ആക്ടിവിറ്റി ആയിട്ട് പോകുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ 17.4 അപ്ഡേറ്റിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ എങ്കിലും ആപ്പിൾ അത് റിമൂവ് ചെയ്തായിരുന്നു. നിലവിൽ നമുക്കറിയാം ടൈമർ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവ് ആക്ടിവിറ്റി ഓപ്ഷനിലേക്ക് പോകും. അത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും. അതുപോലെ തന്നെ iOS 17.5 അപ്ഡേറ്റ് ഐഫോൺ 15 സീരീസിൽ, ഇത് 15 സീരീസിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്, ചെയ്തതിന് ശേഷം കണ്ടിട്ടുള്ള ഒരു ബഗ്ഗാണിത്. ഇത് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് എന്ന് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് കാണാം കുറച്ച് പ്ലേസ് ഹോൾഡേഴ്സ് നെയിമാണ് അവിടെ കാണാൻ സാധിക്കും. ഇപ്പം ബാറ്ററിയുടെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നോർമലി ഉള്ള ഐഫോൺ 15 സീരീസിൻ്റെ ബാറ്ററി ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ചാർജിങ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് ആ ഹെഡിങ് പേര് കൊടുക്കേണ്ടത്. ഇവിടെ കാണാം ചാർജിങ് ടൈറ്റിൽ എന്നാണ്, കാരണം അത് പ്ലേസ് ഹോൾഡർ നെയിമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 80% ലിമിറ്റ് നോൺ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാം ഫിക്സഡ് ലിമിറ്റ്, ചാർജിങ് ഓഫ് എന്ന് പറയുന്ന 2 ഓപ്ഷനാണ്. അപ്പം ടെക്സ്റ്റുകളുടെ കാര്യത്തിൽ ഇപ്പം താഴെ കുറേ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ചേഞ്ച്ഡ് ആണ്. ഇതൊരു ഗ്ലിച്ചാണ്. ഇത് മിക്കവാറും നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ 17.5 ബേറ്റ 2 ആപ്പിൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാൾപേപ്പർ ഡിമ്മിങ് ഇഷ്യൂ അത് ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നു. കാരണം iOS 17 റിലീസ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ലോക്ക് സ്ക്രീനിലുള്ള വാൾപേപ്പറിൻ്റെ കളറോ കോൺട്രാസ്റ്റോ ഒന്നുമല്ല, ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡിമ്മിങ് നിങ്ങൾക്ക് അവിടെ തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു പ്രോബ്ലം ഇതുവരെ ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല, സ്റ്റിൽ അത് പെർസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി പെർഫോമൻസ് ആൻഡ് ബാറ്ററി. പേഴ്സണലി ഞാൻ ഈ പറഞ്ഞ ക്യാമറ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. ക്യാമറ ആപ്പ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും യാതൊരു പ്രോബ്ലംസും ഞാൻ ഫേസ് ചെയ്യുന്നില്ല. സ്റ്റട്ടറിങ്ങോ അങ്ങനെ ഇഷ്യൂസോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ക്യാമറ ആപ്പിൽ നിന്ന് മാത്രമല്ല മറ്റൊരു ആപ്ലിക്കേഷനിലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് iOS 17.4 അപ്ഡേറ്റ് മുതൽ നമുക്ക് അതേ ഒരു സ്ട്രെച്ചിൽ തന്നെ അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഓവറോൾ ഡിവൈസുകളുടെ എല്ലാം പെർഫോമൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ബാറ്ററി ഹെൽത്ത് ഇപ്പം ഈ ഒരു അപ്ഡേറ്റോടെ 87% ആണ് നമ്മളുടെ ഐഫോൺ 14 Pro ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓവറോൾ ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ഓവർ ഹീറ്റിംഗ് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ്. ഈവൻ നമ്മളുടെ കഴിഞ്ഞ അപ്ഡേറ്റ് ആയിട്ടുള്ള 17.4.1 അപ്ഡേറ്റിന് ശേഷവും എനിക്ക് അങ്ങനെ ബാറ്ററി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ 17.5 എന്ന് പറയുന്നത് ഒരു പ്രോമിസിങ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ iOS 7ൻ്റെ കാര്യത്തിൽ ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ പുതിയ അഡീഷണൽ ഫീച്ചേഴ്സോ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂണിൽ, ഇതിപ്പം ഏപ്രിൽ, മെയ്, ജൂണിൽ നമുക്ക് iOS 18 എന്ന് പറഞ്ഞ ഒരു ബിഗ് അപ്ഡേറ്റ്, ഹ്യൂജ് അപ്ഡേറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 17.5 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.